friends, once again welcome back to our English class. Okay, അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ ഷാഡോ കണ്ടെത്താൻ, നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കൺവേഴ്സേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഭാഷണമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് അവിടെ ആരും കോട്ടും സൂട്ടും ഇട്ട ഒരാൾക്കാരില്ല അല്ലേ. നമ്മുടെ ഒരു ക്യാരക്ടേഴ്സും എന്താ ഇതേപോലെ കോട്ടും സൂട്ടും ഇട്ടതില്ല. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, കോട്ടും സൂട്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആരൊക്കെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് എന്താണ് നമ്മൾ കോട്ടുസൂട്ടിലിടുന്നത്, അതേപോലെ നമ്മുടെ കിങ്ങും നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എന്ത് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. സി വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ഗിവൺ ഹിയർ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ഗിവൺ ഹിയർ? എന്താ ചോദ്യം നോക്കാം നമുക്ക്. ദ കിങ് ആരാ? നമ്മുടെ രാജാവ് വല്ലഭൻ. ഓക്കെ, നോക്ക്, വാലേക്കോട്ട് വല്ലഭൻ. ഓക്കെ, ദ കിങ് സെൻഡ് ഫോർ ദ ഓൾഡ് മാൻസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹി വാസ് ബ്രോട്ട് ബിഫോർ ദ കിങ്. രാജാവ് എന്ത് ചെയ്തു? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ വിളിപ്പിക്കാൻ വേണ്ടി ആളുകൾ പറഞ്ഞയച്ചു. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ തൂക്കിക്കൊണ്ടു വന്ന് കൊട്ടാരത്തിലേക്ക്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. രാജാവ് എന്ത് കാണിച്ചു? ഈ ധാന്യം എടുത്തിട്ട് എന്ത് ചെയ്തു? സാർ, ഇതൊന്ന് താങ്കൾ നോക്കൂ എന്ന് പറഞ്ഞ് ഈ ധാന്യം എന്ത് ചെയ്തു? അദ്ദേഹത്തെ കാണിച്ചു. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് ഇറ്റ് ആൻഡ് സ്മൈൽ. അദ്ദേഹം എന്ത് കണ്ടു? ആ ധാന്യം കണ്ട് അദ്ദേഹം ഒരു പുഞ്ചിരി, അദ്ദേഹം ഇങ്ങനെ പുഞ്ചിരിച്ചു, മനസ്സ് തുറന്ന് എന്ത് ചെയ്തു? നമ്മുടെ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? മനസ്സ് തുറന്ന് അദ്ദേഹം ഒന്ന് ഇങ്ങനെ പുഞ്ചിരിച്ചു നിന്ന്. ഓക്കെ, അതിനുശേഷം നോക്കുക, ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് ആറ്റ് ഇറ്റ് ആൻഡ് സ്മൈൽ. ഇമാജിൻ, ഇനിയാണ് നിങ്ങളുടെ പണി. അത്ര പുള്ളി ചെയ്തിട്ടുള്ളൂ, ഇനി നിങ്ങൾക്കിട്ട് പണി. ഇമാജിൻ ആൻഡ് വൈ ദ പോസിബിൾ കൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഇമാജിൻ ആൻഡ് വൈ ദ പോസിബിൾ കൺവെർസേഷൻ. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഇമാജിൻ ആൻഡ് വൈ ദ പോസിബിൾ കൺവെർസേഷൻ. ഇവർ തമ്മിലുള്ള സംഭാഷണം നമ്മൾ ഇവിടെ എഴുതണം. രാജാവും നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മൾ എന്ത് ചെയ്യണം? കോൺവെർസേഷൻ ആക്കിയിട്ട് ഇവിടെ എഴുതണം. നോക്കൂ, നമുക്കറിയാം, നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച കാര്യം തന്നെയാണ്. നമുക്ക് തുടങ്ങും, ഇങ്ങനെ എഴുതാം. കിങ് ഡിയർ ഗ്രാൻഡ് ഫാദർ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു സംഭാഷണം തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതൊരു ഗ്രീറ്റിങ്ങോട് കൂടി തുടങ്ങാം. ഡിയർ, ഹലോ, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ സംഭാഷണം നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഡിയർ ഗ്രാൻഡ് ഫാദർ, ക്യാൻ യു ടെൽ മീ വേർ ദിസ് കോൺ വാസ് ഗ്രോൺ. നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ കോൺ എവിടെയാണ് ഉണ്ടായത്? ഇങ്ങനെയുള്ള ധാന്യം, ഇങ്ങനെയുള്ള ഈ കോൺ എവിടെയാണ് ഇതുണ്ടായത് എന്നുള്ളത് ഗ്രാൻഡ് ഫാദർ എന്നോട് പറയാൻ പറ്റുമോ മുത്തശ്ശ? അപ്പം അദ്ദേഹം എന്ത് പറയും? എവ്രിവർ, എല്ലായിടത്തും ഉണ്ടായിരുന്നു. When I was young, we were fed on it. ഞങ്ങൾ ചെറുതാവുമ്പോൾ ഞങ്ങൾ കഴിച്ചതൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള ധാന്യങ്ങളാണ്. യുവർ ഹൈനസ്, രാജാവേ. അപ്പോൾ രാജാവ് എന്ത് ചോദിക്കും? ഡിഡ് യു ബൈ ഇറ്റ് എനിവർ? ഡിഡ് യു ബൈ ഇറ്റ്? നിങ്ങളത് വാങ്ങിച്ചതാണോ? ഡിഡ് യു ബൈ ഇറ്റ് എനിവർ? നിങ്ങളിത് എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചതാണോ? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, നിങ്ങൾ കൃഷി ചെയ്തതാണോ? അതല്ല, നിങ്ങളിത് എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നതാണോ എന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ത് പറഞ്ഞു? നെവർ, ഒരിക്കലുമല്ല രാജാവേ, ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നോക്കൂ, വി തോട്ട് ഇറ്റ് ആസ് എ സിൻ ടു ബൈ ഓർ സെൽ എനിത്തിങ്. ഞങ്ങളുടെ കാലത്ത് ഒരു സംഗതി മറ്റുള്ളവരോട് വാങ്ങുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു കാര്യം വിൽക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താണ്? അത് പാപമാണ്. ദാറ്റ് ഇസ് സിൻ, അത് പാപമാണ്. ദാറ്റ് സിൻ. ഗ്രേറ്റ് കിങ്, where did you grow corn like this? Where did you grow corn like this? എവിടെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കോൺ ഉണ്ടാക്കിയത്? Where did you grow corn like this? എവിടെയാണ് നിങ്ങൾ ഇതേപോലുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത്? Now നോക്കുക, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. നോബഡി ദെൻ ഓൺഡ് എനി ലാൻഡ്. അന്നത്തെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും എന്താണ്? ഈക്വൽ ആയിരുന്നു. എല്ലാവരുടെയും ഭൂമിയായിരുന്നു. എൻ്റെ ഭൂമി, അവൻ്റെ ഭൂമി, രാമൻകുട്ടിയുടെ ഭൂമി, കൃഷ്ണൻകുട്ടിയുടെ ഭൂമി, അങ്ങനെ എന്തില്ല, ഓരോരുത്തർക്കും ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്താണ്? ഒരേപോലെ, അല്ലെങ്കിൽ എല്ലാവർക്കും എന്താണ്? കൃഷി ചെയ്യാമെന്നുള്ള ഒരു സംവിധാനം ആയിരുന്നു അന്ന്. വിൽ യു പ്ലീസ് എനി ആൻസർ ടു മോർ ക്വസ്റ്റ്യൻസ് ഓഫ് മൈൻ? വിൽ യു പ്ലീസ് മുത്തച്ഛ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഒരു 2 ചോദ്യം കൂടി ഞാൻ ചോദിച്ചാൽ താങ്കൾ അതിന് എനിക്ക് ഉത്തരം തരുമോ? ഞാൻ 2 ചോദ്യം കൂടി ചോദിച്ചോട്ടെ, മുത്തശ്ശൻ അതിനു കൂടി എന്നോടൊന്ന് ഉത്തരം പറയുമോ? യെസ്, ഷുവർലി മൈ ലോർഡ്, തീർച്ചയായിട്ടും രാജാവേ. Why did the earth bear such grains then and has ceased to do so now? Why are you healthier than your son ആൻഡ് ഗ്രാൻഡ്സം? 2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, മുത്തശ്ശൻ എന്നോടൊന്ന് വിരോധമില്ലെങ്കിൽ ഉത്തരം പറയുമോ? യെസ് രാജാവെ, അങ്ങ് ചോദിച്ചോളൂ. എന്തുകൊണ്ടാണ്, ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് പണ്ട് ഇങ്ങനെയുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യാൻ സാധിക്കുകയും ഇപ്പോൾ മണ്ണിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്തതും? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ നിങ്ങളുടെ മകനേക്കാളും പേരക്കുട്ടിയെക്കാളും ഹെൽത്തിയർ ആണ്, അതും എന്തുകൊണ്ടാണ്? സോ നിങ്ങൾ നിങ്ങളുടെ മകനേക്കാളും നിങ്ങളുടെ പേരക്കുട്ടിയെക്കാളും ഗ്രേറ്റ്
ഗ്രാൻഡ് ഫാദർ നിങ്ങളാണ് എന്ത് ഹെൽത്തിയർ ആയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? വൈ? എന്തുകൊണ്ടാണ് അത്? അപ്പൊ ഇദ്ദേഹം എന്ത് പറയും? ഐ ലിവ് ബൈ മൈ ഓൺ ലേബർ അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ ആൻഡ് ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ്. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഐ ലിവ് ബൈ മൈ ഓൺ ലേബർ അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ദൈവം എന്താണോ പറയുന്നത്, പ്രകൃതി എന്താണോ പറയുന്നത്, പ്രകൃതിക്ക് ദോഷമുള്ളത് ഒന്നും ഞാൻ ചെയ്യില്ല. സോ ദൈവം പറഞ്ഞതനുസരിച്ച് സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്താണ്, ഒരു മനുഷ്യന് ഉപദ്രവമുള്ള ഒരു കൃഷി രീതികളും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ്? ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ്. എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത്, എനിക്ക് എന്താണോ ഉള്ളത് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ വാട്ട് ഐ ഹാവ്, എൻ്റെ കയ്യിൽ എന്താണോ എനിക്കുള്ളത്, എൻ്റെ കയ്യിലുള്ളതിന് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മുടെ മുത്തശ്ശൻ ഇവിടെ പറയുന്നത്. വലിയ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, പക്ഷെ പറയുന്ന രീതി വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതേപോലെ പഠിക്കണം. ഇതേപോലെ പഠിക്കണം എന്നല്ല, നിങ്ങൾക്ക് ഇതിലും എന്തായാണ്, ഇതിൽ കുറേ കൂടി നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള സെൻറ്റൻസസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ വളരെ കെയർഫുള്ളായിട്ട് എക്സാം എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക എവിടെയാണ്? നമ്മുടെ ലൈവ് ക്ലാസ്സിലാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറക്കണ്ട, കൃത്യം 7 മണിക്ക് എന്താ രാത്രി ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.